റെഡിയല്ലേ രണ്ടുപേരും? ഏബിൾ, യു വിൽ ഗെറ്റ് 1 minute and your time starts now. ഭൂമിയുടെ അവകാശികൾ എന്നൊരു ചെറുകഥ എഴുതി മലയാളികളുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടുക മാത്രമല്ല, പല നോവലുകളും ചെറുകഥയും എഴുതി മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ബഷീർ പറഞ്ഞു വെക്കുന്നുണ്ട്, നമ്മുടെ മാത്രമല്ല ഈ ഭൂമി, എല്ലാവരുടെയുമാണ് ഭൂമി, മൃഗങ്ങളുടെയും എല്ലാ മനുഷ്യരുടെയുമാണ് ഈ ഭൂമി എന്നുള്ളത്. അവിടെ പ്രത്യേകിച്ച് മനുഷ്യൻ വസിക്കുന്നിടവും മൃഗങ്ങൾ വസിക്കുന്നിടവും രണ്ടായി കാണേണ്ടതുണ്ട്. കാടിന്റെ അവകാശികൾ മൃഗങ്ങളായിരിക്കുമ്പോൾ ഭൂമിയുടെ മറ്റു ഭാഗങ്ങളുടെ അവകാശങ്ങൾ മനുഷ്യനായിരിക്കുമ്പോൾ തീർച്ചയായും പറയാൻ സാധിക്കും മൃഗങ്ങൾക്ക് കാടിനുമേൽ കൃത്യമായ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതിന് ഉത്തമ ഉദാഹരണമാണ് വൈൽഡ് ലൈഫ് SOSും അതോടൊപ്പം തന്നെ യുനെസ്കോയും ചേർന്ന് നടത്തിയ ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് മിറ്റിഗേഷൻ പ്രൊജക്ട് ഛത്തീസ്ഗഡിൽ. കൃത്യമായി ആനകൾക്ക് എങ്ങനെ അവരുടെ പ്രശ്നങ്ങളെ മനുഷ്യരുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്ന് അവർ കൃത്യമായ ഗവേഷണത്തിൽ കൂടി കണ്ടുപിടിക്കുകയും അതിനുള്ള വാതായനങ്ങൾ തുറന്നിടുകയും ചെയ്തത് കാടുകൾ മനുഷ്യന് വേണ്ടിയുള്ളതല്ല, മൃഗങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. Right. Now we move to Arun. Arun, you get 1 minute and your time starts now. പ്രളയകാലത്തും മറ്റും വാസസ്ഥലങ്ങൾ നഷ്ടപ്പെട്ട മലപ്പുറം ജില്ലയിലെ മുണ്ടേരി, കുമ്പളപ്പാറ, തരിപ്പപ്പൊടി തുടങ്ങിയ കോളനി നിവാസികളെ അവരുടെ കാടുകളിൽ തന്നെ പുനരധിവസിപ്പിക്കണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഉത്തരവിട്ടത് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്തിന്റെ ഹർജിയിലാണ്. വന്യമൃഗങ്ങളുടെ വേട്ടയാടൽ പ്രദേശം എന്ന എതിർവാദത്തെ ചുവന്ന മഷി കൊണ്ട് വെട്ടിയൊതുക്കിയ കോടതി വിധി മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്നത് കാടുകളുടെ അവകാശം മനുഷ്യർക്കാണ്, മറിച്ച് മൃഗങ്ങൾക്കല്ല എന്നത് തന്നെയാണ്. നമ്മുടെ കാടിന്റെ ഉൾക്കാടുകളിൽ നിന്നും അന്യം നിന്ന് പോയ ചീറ്റകളെ നമീബിയിൽ നിന്നും ഹൂന ഉദ്യാനത്തിൽ എത്തിച്ച് പരിചരിക്കുന്നതും പരിപാലിക്കുന്നതും മനുഷ്യരാണ്. കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ രക്ഷിച്ചതും പടക്കം പൊട്ടി ഗുരുതരാവസ്ഥയിലായ ആനക്കുട്ടിയെ രക്ഷിച്ചതും അതുപോലെ തന്നെ കടുവ ഉപേക്ഷിച്ചു പോയ അമ്മക്കുട്ടിക്ക് രക്ഷകരായതും ഈ പറയുന്ന മനുഷ്യർ തന്നെയാണ്. കാടിന്റെ ആവാസ വ്യവസ്ഥയെക്കുറിച്ച് അത്രമേൽ ബോധമുള്ളത് കൊണ്ടും ആശങ്കപ്പെടുന്ന മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളുടെയും പദ്ധതികളുടെയും ഉദാഹരണങ്ങളാണിവ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വനമന്ത്രിമാരായും ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്റർമാരായും മറ്റു വനം ഉദ്യോഗസ്ഥരായും മനുഷ്യരെ മാത്രം നിയമിക്കുന്നത് മനുഷ്യർക്കാണ് അവകാശം, മറിച്ച് മൃഗങ്ങൾക്കല്ല എന്ന്. Now we move to the debate session. You get 5 minutes and your time starts now. ലിവിംഗ് പ്ലാൻ ഇൻഡെക്സ് പറയപ്പെടുന്നത് 2020 കണക്ക് സൂചിപ്പിക്കുന്നത് 68% ലോകത്തിലുള്ള 68% കാടുകളിലുള്ള പോപ്പുലേഷന്റെ കുറവ് സംഭവിച്ചു കൊണ്ടിരിക്കുക എന്നാണ്. 68% കുറയുന്നു ഓരോ വർഷം തോറും എന്നുള്ളതാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത്, അതിന് കാരണം അവർ വ്യക്തമായി പറയുന്നത് മനുഷ്യന്റെ കടന്നുകയറ്റമാണ്. കാടുകളിലേക്ക് മനുഷ്യൻ കടന്നു കയറുമ്പോൾ മൃഗങ്ങളുടെയും ആവാസ വ്യവസ്ഥയെ നാം ചോദ്യം ചെയ്യുകയാണെന്ന് ഈ ഇൻഡെക്സ് തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മനുഷ്യന് അവകാശങ്ങളില്ല, മറിച്ച് കാടിന്റെ അവകാശം മൃഗങ്ങൾക്കാണ്. Yes, Arun. കേവലമായി ഇൻഡെക്സിന്റെയും കണക്കും സൂചിപ്പിച്ച പ്രിയപ്പെട്ട സുഹൃത്തിനോട് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന ഭീമമായ മറ്റൊരു കണക്ക് പറഞ്ഞുകൊണ്ട് അതിന് മറുപടി പറയാം. കഴിഞ്ഞ 8 വർഷക്കാലമായി നമ്മുടെ നാട്ടിൽ വന്യജീവികളുടെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്ന ആളുകളുടെ എണ്ണം 55,383. 2023 മാത്രം ഏകദേശം 85-ൽ കൂടുതൽ കർഷകർക്ക് ജീവൻ നഷ്ടപ്പെടുത്തേണ്ടി വന്നു. ഈ കണക്കുകൾ അത്രയും സൂചിപ്പിക്കുന്നത് കാട്ടിലും നാട്ടിലും ഇറങ്ങി ആവാസ വ്യവസ്ഥയെ തകർക്കുന്നത് മനുഷ്യരല്ല, മറിച്ച് മൃഗങ്ങളാണെന്നുള്ളതാണ്. മറ്റൊന്ന്, നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള പ്രധാനപ്പെട്ട നിയമങ്ങൾ പോലും മനുഷ്യർക്കാണ് കാടിന്റെ അവകാശം, മറിച്ച് മൃഗങ്ങൾക്കല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണം വ്യക്തമാക്കാം. 2006 ഡിസംബർ 18 പുറത്തിറക്കിയ വനാവകാശ നിയമപ്രകാരം ഈ അടുത്ത കാലത്താണ് സുപ്രീം കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആ നിർദ്ദേശപ്രകാരം വനത്തിന്റെയും വനങ്ങളുടെ വിഭവങ്ങളുടെയും അവകാശം ആ വനങ്ങളിൽ ജീവിക്കുന്ന നിവാസികൾക്കാണ്, മറിച്ച് മൃഗങ്ങൾക്കല്ല എന്നാണ്. ആ വനങ്ങളിൽ താമസിക്കുന്ന നിവാസികളാണ്, വനങ്ങളിൽ താമസിക്കുന്ന മൃഗങ്ങളുടെ അവകാശം അവിടെ തന്നെ നിലനിൽക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി സുപ്രീം കോടതി തന്നെ 2014 ആനിമൽ വെൽഫെയർ ബോർഡ് വേഴ്സസ് നാഗരാജ എന്ന കേസിൽ പറയുന്നുണ്ട്, കൃത്യമായി പറയുന്നു, റൈറ്റ് ടു ഡിഗ്നിറ്റി ആൻഡ് ഫെയർ. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക. മൃഗങ്ങൾക്കും കൃത്യമായ ഡിഗ്നിറ്റി ഉണ്ട് എന്ന് സുപ്രീം കോടതി തന്നെ സൂചിപ്പിക്കുന്നത് അവരുടെ ആവാസ വ്യവസ്ഥയിൽ അവർക്ക് അവകാശമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പ്രിയപ്പെട്ട, ഡിഗ്നിറ്റിയുള്ള വനങ്ങളെയും വന്യമൃഗങ്ങളെയും സൂചിപ്പിച്ചതിന് ആ ഡിഗ്നിറ്റിയുള്ള വനങ്ങളെയും വന്യമൃഗങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടാതെ കാവൽ കിടക്കുന്നത് അവരുടെ സഹജീവികളായ മൃഗങ്ങളോ മരിച്ച കൂട്ടുവൃക്ഷങ്ങളോ അല്ല, സ്വജീവിതം ബലിയർപ്പിക്കുന്ന മനുഷ്യരാണ്. ഉദാഹരണം വ്യക്തമാക്കാം. ഗവിയിലെ വനം വകുപ്പ് വികസന കോർപ്പറേഷൻ ഓഫീസിൽ നിന്നും കാണാതായ ഭൂലോകലക്ഷ്മി എന്ന് പറയുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥയുടെ തിരോധാനം ഇന്നും കട്ടപ്പുറത്താണ്. പാലക്കാട് സൈലന്റ് വാലിയിലെ വനം വകുപ്പ്
വകുപ്പ് വാച്ചറായ EV രാജന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് ഏകദേശം 1 വർഷം മുൻപ് മാത്രമാണ്. മൃഗങ്ങൾക്കും വനങ്ങൾക്കും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മനുഷ്യന്മാരുടെ ജീവൻ മാത്രം മതിയാവും കാടിന്റെ അവകാശം. മൃഗങ്ങൾക്കല്ല, മറിച്ച് മനുഷ്യർക്കാണ് തിരിച്ചറിയാൻ. കൃത്യമായി ഓർത്തിരിക്കേണ്ടത് UK-യുടെ ആനിമൽ വെൽഫെയർ ആക്ട് 2021 വീണ്ടും പുതുക്കുകയുണ്ട്. അവർ പുതുക്കിയതിന് കാരണം വ്യക്തമാക്കി പറഞ്ഞത്, ഞങ്ങളുടെ നിയമത്തിൽ കുറച്ച് ഭേദഗതികൾ വേണം. ഇതിൽ ഉൾപ്പെടാതെ പോകുന്ന മൃഗങ്ങളുണ്ട്, അവരുടെ അവകാശങ്ങളുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് 50 വർഷത്തിനിടയിൽ ഈ ഒക്ടോപ്പസ് അടക്കമുള്ള കാട്ടിലെ മൃഗങ്ങൾ മാത്രമല്ല ജലത്തിലെ മൃഗങ്ങളെയും ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ട ആവശ്യകത, അതായത് മനുഷ്യന്റെ ആവാസ ആഹാര വ്യവസ്ഥയെ അത് ബാധിക്കുന്നുണ്ട് എന്നാണ് UK ആനിമൽ വെൽഫെയർ റിപ്പോർട്ട് പ്രത്യേകമായി പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടത്, എസ്റ്ററേറ്റ് എന്ന ഒരു ചിമ്പാൻസിക്ക് ഇക്കഡോർ പൗരത്വം കൊടുത്തത് മനുഷ്യനോടൊപ്പം തന്നെ ആ കുരങ്ങനെയും കാണണമെന്നുള്ളിടത്താണ് എന്ന് മറന്നുപോകും. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും നിലനിൽപ്പിനെ കുറിച്ചും മനുഷ്യന്മാരാണ് ഏറ്റവും കൂടുതലായും ആശങ്കപ്പെടുന്നത്. ഉദാഹരണം വ്യക്തമാക്കാം. കേരളത്തിൽ തന്നെ കർഷകരിൽ നിന്നും കാർഷിക ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ആ ഭൂമിയെ വനമേഖലയാക്കുവാനുള്ള പദ്ധതികൾക്ക് കേരള സർക്കാർ പ്രാരംഭം കുറിച്ചു കഴിഞ്ഞു. അത് പ്രകാരം ഏകദേശം 192 കുടുംബങ്ങളെയാണ് ഒഴിപ്പിച്ചത്. അതായത് സ്വന്തം നിലനിൽപ്പിനെ പോലും വിട്ടുകൊടുത്ത, ജനിച്ച സ്ഥലം പോലും വനങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും വികസനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന കർഷകരെ പോലെയുള്ള സാധാരണക്കാരായ മനുഷ്യന്മാർ തന്നെയാണ് വനപ്രദേശങ്ങളുടെ അവകാശികൾ, മറിച്ച് മൃഗങ്ങളല്ല. കൃത്യമായി ഓർത്തിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാൻ ത്രെഡ്സ് ടു എംബ്രേസ് സ്പീസീസ് എന്ന് കൃത്യമായ UN-ന്റെയും വേൾഡ് വൈൽഡ് ലൈഫ് ഓർഗനൈസേഷന്റെയും ഒരു പഠനമുണ്ട്. അതിൽ പറയുന്നത്, മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട് ഇവരുടെ ആവാസ വ്യവസ്ഥയെ അത് കൃത്യമായി നമ്മൾ പ്രശ്നം സൃഷ്ടിക്കുകയും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ മനുഷ്യൻ ഒരു മാർഗം കണ്ടെത്താൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. അവിടെ മനുഷ്യന് പ്രകൃതിയെ അറിയുന്നില്ല എന്ന് മാത്രമല്ല, മൃഗങ്ങളുടെ അവകാശങ്ങൾ മനുഷ്യൻ മാറ്റുവാൻ ശ്രമിക്കുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുന്നു എന്നത് ഓർമ്മിപ്പിക്കുമ്പോൾ മനുഷ്യന്റെ കടന്നുകയറ്റം മൃഗങ്ങൾക്ക് ഭീഷണിയാവുന്നില്ല എന്നുള്ള മറ്റൊരു സംഭവ വികാസം കൂടി സൂചിപ്പിക്കാം. അങ്ങ് ന്യൂസിലാൻഡിൽ തേ ഉവര എന്ന വന്യജീവി സങ്കേതത്തിന്റെ അവകാശം പൂർണ്ണമായും മനുഷ്യരിൽ നിന്ന് ഇല്ലാതാക്കി കളയണമെന്ന് തദ്ദേശവാസികളായ മാവോറികളും സർക്കാരും തമ്മിലുള്ള ചർച്ച ഏകദേശം 4 വർഷമായിട്ടും നടപടിയില്ലാതെ മുന്നോട്ട് പോകുന്നത് തെളിയിക്കുന്നത്, മനുഷ്യരെ വന്യജീവി സങ്കേതങ്ങളുടെ അവകാശത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ സർക്കാരുകൾക്കും ഭരണകൂടങ്ങൾക്ക് പോലും മടിയാണ് എന്നും, അതിന്റെ അർത്ഥം അവർ പറയാതെ പറയുന്നത് മനുഷ്യർക്കാണ്, മറിച്ച് മൃഗങ്ങൾക്കല്ല വനപ്രദേശങ്ങളുടെ അവകാശം എന്ന് തന്നെയാണ്. ക്രിസ്റ്റോബ്രിഗൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം കൃത്യമായ UK-യുടെ പ്രശ്നങ്ങളെയും അതോടൊപ്പം തന്നെ യൂറോപ്പിലെ വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ സംഹിതകളെ അല്ലെങ്കിൽ നമ്മുടെ ആവാസ വ്യവസ്ഥ പോലെ ആയിരിക്കരുത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയെ മനുഷ്യൻ നോക്കിക്കാണാൻ എന്നുള്ളത്. അതിന് അദ്ദേഹം കാരണം പറഞ്ഞത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. Right, Abel and Arun, നിങ്ങളുടെ ഡിബേറ്റ് സെഷൻ അവസാനിക്കുകയാണ്. Now the judges would ask you questions. ഏബിളാണ് ചോദ്യം. ഈ ഭൂമിയുടെ അവകാശികൾ ബഷീറിൻ്റെ കഥ, അതിൽ അദ്ദേഹം പറഞ്ഞിട്ട് എൻ്റെ ഓർമ്മ എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർക്ക് ഒപ്പം തുല്യമായിട്ടുള്ള അവകാശമാണ് മൃഗങ്ങൾക്കുള്ളതെന്നാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ ആയിട്ട് പറഞ്ഞത് മൃഗങ്ങൾക്ക് കൂടുതൽ അവകാശം കാട്ടിലുണ്ടെന്ന്. അപ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് ഇപ്പോൾ ക്ലാരിഫൈ ചെയ്യാൻ പറ്റും? ഓക്കെ, ഏബിൾ, ചോദ്യം ക്ലിയർ അല്ലേ? റൈറ്റ്, you'll get 30 seconds and your time starts now. കൃത്യമായ ബഷീർ ആ കഥയിൽ പറഞ്ഞു വെക്കുന്നത് സാർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ. പക്ഷെ ഇന്ന് നമ്മുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ കാടുകളെ ആക്രമിച്ച് അവന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വേണ്ടി പുതിയ സാഹചര്യങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ലോകത്തിലെ 2018 ലോകത്തിലുള്ള മാസ് ഇൻഡെക്സിനെ പറ്റി പഠനം നടത്തിയപ്പോൾ 0.01% മാത്രമാണ് മനുഷ്യരുടെ ഭാരം ഈ ലോകത്തിൽ നിൽക്കുന്നത്. ബാക്കി ഈ ലോകത്തിൽ നിൽക്കുന്ന ജീവജാലങ്ങളുടേതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ മനുഷ്യനല്ല ഈ ലോകത്തിന്റെ ക്രൗൺ ഓഫ് ദ സൃഷ്ടി എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും. Abel, thank you. Now we move to Arun. അരുൺ, ഹലോ. അരുണിന് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഞാൻ വേറെ ചോദ്യം ചോദിക്കാം. ജേർണലിസം സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയ്ക്ക് ഇന്ന് നിങ്ങൾ സംവദിച്ച വിഷയത്തെ അധികരിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രധാനപ്പെട്ട റിപ്പോർട്ട് അരുണിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? ജേർണലിസ്റ്റിക് റിപ്പോർട്ട്. മാധവ് ഗാഡ്ഗിൽ സൈലന്റ് വാലിയുടെ പശ്ചിമഘട്ടത്തിന് ഭീഷണിയെ അതല്ലേ സർ ചോദ്യം അതാണ്. Yeah, all right, so you'll get 30 seconds. Your time starts now. സർ, മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കേരള സർക്കാരിന് മുൻപിൽ വെച്ചിട്ടുള്ള ഒരു കരട് നിർദ്ദേശപ്രകാരം പശ്ചിമഘട്ട മേഖല അതിൻ്റെ അപകടാവസ്ഥയിലേക്ക് മുന്നേറുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് മാധവ് ഗാഡ്ഗിൽ പറയാതെ പറയുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്, വനങ്ങളുടെയും വന്യമൃഗങ്ങളുടെയും നിലനിൽപ്പിനെ മനുഷ്യന്മാർക്ക് മാത്രമേ
വഴിയൊരുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും മനുഷ്യന്മാരുടെ നിലനിൽപ്പിനപ്പുറത്തേക്ക് മൃഗങ്ങളുടെയും വനപ്രദേശങ്ങളുടെയും നിലനിൽപ്പില്ല എന്നതുമാണ്. Alright. So, നിങ്ങളുടെ രണ്ടുപേരുടെയും സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒന്ന് കൈകൊടുത്ത് വരുന്നുള്ളൂ. നല്ലൊരു കൈയടി കൊടുക്കുക. This is our fourth pair on stage. Federal Bank Speak for India Kerala Edition Season 8 in association with Madhubhumi.